സത്യമേവ ജയതേ സത്യവാൻ സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യവാൻ സത്യമേവ ജയതേ സത്യവാൻ 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 സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യവാൻ സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യവാൻ സത്യമേവ ജയതേ സത്യവാൻ 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 സത്യവാൻ. അച്ഛനെ കണ്ടോ? ഇല്ല. കുമാറേ, ആ ഷൈജു പിള്ളാരെ കണ്ടല്ലേ? എവിടെ പോയി അറിയാൻ വയ്യല്ലോ. തന്നെ എന്റെ മക്കളെ കാണാനില്ല. നോക്കാം, അന്വേഷിക്കാം. ഇത് എവിടെ പോയി കിടക്കുന്നു? സത്യവാൻ 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 സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യവാൻ സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യവാൻ സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യവാൻ സത്യമേവ ജയതേ സത്യവാൻ 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 സത്യവാൻ. ഹലോ ഹലോ ഹലോ, ഒന്ന് നിന്നേ. ഓ, എന്റെ സത്യസംവേദന യാത്രയിൽ പങ്കെടുക്കാൻ വന്ന സഹോദരനായിരിക്കും. വരൂ സഹോദര. ഈ കുട്ടികളെ കൊണ്ട് എങ്ങോട്ടാ നിങ്ങള്? ഞങ്ങളൊരു സത്യസംവേദന യാത്രക്ക് പോവുകയാണ്. എന്റെ സത്യാന്വേഷണ യാത്ര. അതിന് പിള്ളേരെ എന്തിനാ കൊണ്ടുവന്ന്? പിള്ളേരേക്ക് എന്റെ ശിഷ്യന്മാരാക്കി വളർത്തി വലിയ സത്യവാന്മാരാക്കാൻ കൊണ്ടുപോകുന്നു. ഈ പിള്ളേരെ മാത്രമല്ല, ഇനി എന്റെ കൺമുമ്പിൽ കാണുന്ന എല്ലാ പിള്ളേരെയും ഞാൻ എന്റെ ശിഷ്യന്മാരാക്കി. ഈ പിള്ളേർ സ്കൂളിൽ പോയിട്ട് എത്ര ദിവസം തനിക്കറിയാവോ? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എന്റെ മുമ്പിൽ എന്റെ മാർഗമാണ് വലുത്. എല്ലാ പിള്ളേരെയും ഞാൻ വളർത്തി വലുതാക്കി വലിയ സത്യവാന്മാരാ. അങ്ങനെയാണെങ്കിലേ അപ്പുറത്തെ വീട്ടിൽ 2 പിള്ളേരുണ്ട്. ഞാൻ അറേഞ്ച് ചെയ്തു തരാം. 2 പിള്ളേരും കൂടി ഉണ്ട്. എനിക്ക് എല്ലാ പിള്ളേരെയും സത്യവാന്മാരാക്കാം. അവർ 2 പിള്ളേർ ആ നിൽക്കുന്ന 2 പിള്ളേർ ഏതാണെന്നറിയാവോ? എനിക്കറിയില്ല. വഴി എന്റെ ചേട്ടന്റെ മക്കളാ. ആണോ? എത്ര വീട് കയറി ഇറങ്ങിയാലാണോ? അതെ 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 അതെ, ഒന്നും ആയിട്ടില്ല. അത് പിരിച്ചെടുത്തേ പറ്റൂ. നമ്മുടെ തങ്കപ്പനല്ലേ പോകുന്നത്? അതെ തങ്കപ്പ. അതെ, എന്തോ പ്രശ്നമുണ്ട്. തങ്കപ്പ തങ്കപ്പ, ഏതോ അലവലാദികൾ പിന്തുടരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് സത്യവാനാകാൻ നോക്കിയതിന് ഈ കോലത്തിലാക്കിയത് പോരെ? അയ്യോ, എങ്ങാണ്ടത് ശരിക്ക് കിട്ടിയതാ തോന്നുന്നേ. പാവം. എന്തോ ചേട്ടാ, ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാനാണ്? എനിക്കെല്ലാം മനസ്സിലായി പൊന്നു, എല്ലാം മനസ്സിലായി. കള്ളം പറയുന്നതിന് ഒരു അതിരുള്ള പോലെ സത്യം പറയുന്നതിലും ഒരു അതിരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. യഥാർത്ഥ സത്യങ്ങൾക്ക് അതിരുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് പൊന്നമ്മേ, സത്യം പറയുന്നതിലും അതിരുകളുണ്ടെന്നാണ്. അതെന്തുകൊണ്ട് പറ്റിയതാണെന്നറിയാമോ? തങ്കപ്പൻ എന്ന വ്യക്തിക്ക് ഒരു അതിരുണ്ട്. ആ അതിര് കടന്നുകൊണ്ട് പറ്റിയതാ. ഇല്ല പൊന്നു, ഇനി ഞാൻ ഒരിക്കലും സത്യം പറയില്ല. അയ്യോ, എന്തോ പറ്റിയല്ലോ. എന്തോ പറ്റിയിട്ടുണ്ട്. എന്താ അത്? സത്യവേദന. സത്യവേദന യാത്ര. എന്താ? പുതിയ പ്രതിജ്ഞ. ഇനി സത്യം പറയുന്ന പ്രശ്നമേ ഇല്ലെന്ന്.
തങ്കപ്പ ആവശ്യത്തിന് സത്യം പറയുക എന്ന് വെച്ച് കള്ളം പറയണമെന്നല്ല. കുറച്ച് കള്ളവും കുറച്ച് സത്യവും കൂടി ചേർന്നതാണ് ഒരു ശരാശരി മനുഷ്യൻ. സത്യത്തിന്റെ അളവ് സത്യസന്ധമായി കൂട്ടുന്നതിലാണ് ഒരാളുടെ വിജയം. അപ്പൊ ഞാൻ പറഞ്ഞ സത്യങ്ങളൊന്നും സത്യങ്ങളല്ലായിരുന്നു. എടോ, താൻ പറഞ്ഞതെല്ലാം സത്യങ്ങളായിരുന്നു. സത്യമാണെന്ന് വരുത്തി തീർക്കാനുള്ള സത്യങ്ങൾ. ഒരു സൈസ് പ്രകടനം അത് പാടില്ല. അല്പസ്വല്പ കള്ളത്തരമൊക്കെ ആകാം, അല്ലേ ചാക്കോ സാറേ? ആ, ഞാൻ ചായ എടുക്കാം. അതിനു മുമ്പ് ഇയാളെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കണം. ഓ, ചെല്ലേ ചെല്ലേ. പോയി കുളിച്ചിട്ട് വരട്ടെ. ചെല്ല് ചെല്ല്. വേഷ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചായ? ഉള്ള സത്യം ഞാൻ പറയാം. നല്ല ചായ, നല്ല കടുപ്പം, നല്ല മധുരം, നല്ല മണം. കടന്നു വരുവിൻ. ഫ്രീ ഫ്രീ കാഞ്ചീപുരം പട്ട് സാരി ഫ്രീ. ഇത് ഓണക്കാലത്ത് മാത്രമുള്ള ഓഫർ. 7000 രൂപയുടെ 2 സാരി വാങ്ങുമ്പോൾ 5000 രൂപയുടെ കാഞ്ചീപുരം പട്ട് ഫ്രീ. വൻപിച്ച ഓണ വിൽപ്പന. കടന്നു വരുവിൻ. കാഞ്ചീപുരം പട്ട് സാരി ഫ്രീ. ഇത് ഓണക്കാലത്ത് മാത്രമുള്ള ഓഫർ. 7000 രൂപയുടെ 2 സാരികൾ വാങ്ങുമ്പോൾ 5000 രൂപയുടെ ഒരു കാഞ്ചീപുരം പട്ട് സ്വന്തമാക്കുവിൻ. കടന്നു വരുവിൻ. വൻപിച്ച ഓണ വിൽപ്പന. 7000 രൂപയുടെ 2 സാരി വാങ്ങുമ്പോൾ കാഞ്ചീപുരം പട്ട് ഫ്രീ. തികച്ചും ഓണ വിൽപ്പന, ആദായകരമായ വിൽപ്പന. കടന്നു വരൂ. എന്റെ ഈശ്വര, പൊന്നമ്മ ഇതെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ എന്റെ കീശ കീറും. നൽകുന്നു. കടന്നു വരൂ. ഓണ വിൽപ്പന, വൻപിച്ച ആദായ വിൽപ്പന. കടന്നു വരൂ. സ്വന്തമാക്കൂ. എന്തൊരു ശബ്ദം ഇത്? ഈ ശബ്ദത്തിൽ വെച്ചാൽ ചിലപ്പോൾ അവൾ അനൗൺസ്മെന്റ് കേൾക്കും. ഓളിയും കൂട്ടി വെച്ചേക്കാം. പൊന്നമ്മേ, നീ എന്തെങ്കിലും കേട്ടോ? പാട്ട് കേട്ടോ? എന്തൊരു ഒച്ച ഇത്? പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും കേട്ടോ? ഞാനൊന്നും കേട്ടില്ല. ഇനി നീ ഒന്നും കേക്കണ്ട. പൊക്കത്ത് നല്ലൊരു പാട്ട് വെച്ചിട്ടുണ്ട്. പാട്ട് കേൾക്കാം. 7000 രൂപയുടെ 2 സാരികൾ വാങ്ങുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നത് നീ എവിടെ? ഈ നിനക്ക് തോന്നുന്നതാണ്. കേൾക്കണ്ടേ? പുറത്തെന്തോ ശബ്ദം കേൾക്കുന്നു. നിനക്ക് തോന്നുന്നതാണെന്ന്. അല്ല, പട്ട് സാരി സ്വന്തമാക്കൂ. കാഞ്ചീപുരം പട്ട് തികച്ചും free. തങ്കപ്പേട്ട, തുണിക്കടയുടെ പരസ്യമല്ല കേൾക്കുന്നത്? തുണിക്കട? അതെ തങ്കപ്പേട്ട, ഒരു കാഞ്ചീപുരം ഫ്രീ എന്ന് വിളിച്ചു പറയുന്ന പോലെ എനിക്ക് തോന്നി. നിനക്കത് ചുമ്മാ തോന്നണം. ശരിക്കും ഞാൻ കേട്ടതാ. ഒന്നുപോലെ ഓണക്കാലമായിട്ട് ഏതോ തുണിക്കടയിൽ കാഞ്ചീപുരം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് മാറിയോ? അയ്യോ ചേടാ, ഓണം കഴിയുന്നവരെ കേരളത്തിലെ ഭർത്താക്കന്മാർക്ക് ഇനി ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. വൻപിച്ച ആദായ വിൽപ്പന. ഓണം പ്രമാണിച്ച് കനകറാണി സിൽക്സിൽ സൗജന്യങ്ങളുടെ സുനാമി. 2 സാരി വാങ്ങുമ്പോൾ ഒരു ചുരിദാർ ഫ്രീ. 2 ട്രൗസർ വാങ്ങുമ്പോൾ ഒരു പർദ്ദ ഫ്രീ. ഇത് സത്യം തന്നെയാണോ ഈ മൈക്കോച്ചി ഇങ്ങനെ വിളിച്ചു പോകുന്നതൊക്കെ? ഒരു ബെഡ്ഷീറ്റ് വാങ്ങി കഴിയാൽ അത് തോർത്താകുമെന്നുള്ള കാര്യം 100% സത്യമാണ്. ഓണക്കാലം ആകുമ്പോ കുറെ കിഴിവുകളുമായിട്ട് തുണിക്കടക്കാർ ഇറങ്ങിക്കൊള്ളു. വീട്ടിലെ ആണുങ്ങൾക്കാ പിന്നെ കിടക്കപ്രതി ഇല്ലാതെ വരുന്നത്. ഒരു കാര്യം ചെയ്യ്, കാശുകളൊക്കെ സ്വരൂപിച്ച് വെച്ചോ, പുടവകളൊക്കെ വാങ്ങിച്ചു കൊടുക്കാല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഓണം എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ കാലമാ. ഈ ഒരു ഓണക്കാല ബിസിനസ് മതി അടുത്ത ഓണം വരെ പിടിച്ചു നിൽക്കാൻ. ഈ ഓണത്തിന് നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ? എന്ത് ബിസിനസ്?
എന്തെങ്കിലും കോളനിക്കാരുടെ കൂട്ടായ്മയോട് കൂടി. അങ്ങനെ ഒരു ബിസിനസിനെ പറ്റി താൻ ആലോചിച്ചത് സീരിയസ് ആയിട്ടാണെങ്കിൽ ഞാൻ റെഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുണിക്കച്ചവടം തന്നെ തുടങ്ങാം. എന്ത് വേണമെന്ന് എല്ലാരുമായിട്ട് ആലോചിക്കാം. ആ ആ. ആലോചിക്കാൻ ഒന്നുമില്ല. സുലു പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ അത് നേരത്തെ ആലോചിച്ചു കഴിഞ്ഞു. ആര് പറഞ്ഞു? ഞങ്ങൾ ഈ കാര്യത്തെ കുറിച്ച് ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ. ഈ ഐഡിയ നേതാവിന്റെ തലയിൽ ഇപ്പോഴായിരിക്കും ഉദിച്ചത്. പക്ഷേ കോളനിയിൽ ഓണവസ്ത്രമേള 2 ആഴ്ച മുമ്പ് തന്നെ സുലു ഏർപ്പാടാക്കി കഴിഞ്ഞിരുന്നു. അതനുസരിച്ച് പല ഓർഡറുകളും നമ്മൾ മുൻകൂറായി ചെയ്തു കഴിഞ്ഞു. അതുമായിട്ടാ ഇപ്പൊ സ്നേഹലത വന്നിരിക്കുന്നത്. 50,000ത്തിന്റെ വിൽപ്പന ഞാൻ നടത്തി തരാം. അല്ല, ഏതായി സുലു? അതൊക്കെ പറയാൻ ചാക്കോ സാറേ. ഇതൊന്നാം തരം അടിച്ചു മാറ്റലാണ് ചാക്കോ സാറേ, അതിൽ തർക്കമില്ല. ആര് പറഞ്ഞു? ആര് പറയാൻ? ഈ ഐഡിയ എന്റെ ഈ തലയിൽ ഉദിച്ചു വരുന്നത് ചാക്കോ സാറും കണ്ടതാണല്ലോ. ചാക്കോ സാറ് നേതാവിന്റെ തലയിൽ സൂര്യൻ ഉദിച്ചു വരുന്നതായിരിക്കും കണ്ടത്. കാര്യമാണ് പറഞ്ഞത്. നിങ്ങളൊന്നും ഉണ്ടായിരിക്കേ. ഈ വസ്ത്രമേളയുടെ മേൽനോട്ടം ചാക്കോ സാറിനെ ഏൽപ്പിക്കണമെന്ന് സുലു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ സ്ത്രീകളെ ഇങ്ങനെ ഒരു പദ്ധതി ഇട്ട സ്ഥിതിക്ക് അത് നടക്കട്ടെ എന്ന എല്ലാവിധ സഹകരണവും ഉണ്ടായിരിക്കും. അത് ശരി. അപ്പൊ ചാക്കോ സാറ് പെണ്ണുങ്ങളുടെ പക്ഷം ചേർന്നു അല്ലേ? തുണിക്കച്ചവടമൊക്കെ പെണ്ണുങ്ങളെ ലാക്കാക്കുള്ളതല്ലേ, അത് അവർ തന്നെ നടത്തുന്നതാണ് നല്ലത്. ഞാൻ അലമ്പുണ്ടാക്കും. അലമ്പുണ്ടാക്കിയല്ലേ ഇവിടെ പോലീസ് നിയമമൊക്കെ ഉണ്ട്. അയ്യോ, നിയമം ഇയാളല്ലേ പോലീസ് നിയമം ഉണ്ടാക്കും? അടങ്ങരവീന്ദ്ര, ഇവരിത് ഏർപ്പാടൊക്കെ സ്ഥിതിക്ക് വെറുതെ മത്സരിക്കാനായി നിൽക്കണ്ട. അപ്പൊ ഈ വിവരം ഇപ്പൊ തന്നെ സുലുവിനെ വിളിച്ച് പറയാല്ലേ? അല്ല, ആരായി സുലു? അതെ, നിങ്ങൾ കുറെ നേരമായിട്ട് പറയുന്നുണ്ടല്ലോ കുലു വരട്ടെ, കുലുവിനെ ഏർപ്പാടാക്കാം, കുലുവിനെ വിളിക്കട്ടെ. ആരാണീ കുലു? ബൊമ്മക്കൊലു? നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഓണം കൂടാൻ ഇവിടെ എത്തുന്ന സുലുവിനെ നേതാവിന് നന്നായിട്ട് അറിയാം. അതാര്? സുലു AKCPയിലെ രവിചന്ദ്രന്റെ എതിർ ഗ്രൂപ്പിലുണ്ടായിരുന്ന സുലോചന. രവിചന്ദ്ര, ആശാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് പുണ്ണാക്കണ്ട. വിട്ടുകളാ. വസ്ത്രമേള അവര് നടത്തണമെങ്കിൽ നടത്തട്ടെ. നമുക്ക് പറ്റിയ, അതായത് ഓണത്തിന് 10 കാശുണ്ടാക്കാൻ പറ്റിയ മറ്റെന്തെങ്കിലും കച്ചവടത്തെ കുറിച്ച് ചിന്തിക്കാം. എന്ത് കച്ചവടം നടത്താം? നമുക്ക് പുട്ട് കച്ചവടം നടത്താം ഓണത്തിനിടയ്ക്ക്. കൊള്ളാം, അതൊരു വെറൈറ്റി ആകും. പുട്ട്, പയറ്, പപ്പടം, അല്ലെങ്കിൽ പുട്ടും കടലയാക്കാം. പുട്ടും മട്ടനും ആയിക്കോട്ടെ. ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. അതാകുമ്പോ വിറ്റ് പോവും. വിറ്റ് പോകും. വിറ്റി വിറ്റി അത് കൊള്ളാം. ഏത് കൊള്ളാം? വിറ്റി, അതായത് കോമഡി. ഓണത്തിന് വിറ്റഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് കോമഡി കാസറ്റ്. മഹാബലിയെ കേന്ദ്ര കഥാപാത്രമാക്കി നമുക്ക് ഓണത്തിന് ഒരു ഉഗ്രൻ കോമഡി കാസറ്റ് ഇറക്കാം. ചൂടപ്പം പോലെ വിറ്റഴിയും. കഷണ്ടി ആണെങ്കിൽ ഈ തല കൊള്ളാം. അതെന്തായാലും വേണ്ട. നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മഹാബലിക്കുള്ളത്. അതെങ്ങനെ ചുമ്മാ ചിരിച്ചു തള്ളാനുള്ള ഒരു മിത്തല്ല. കോമഡി കാസറ്റൊക്കെ ഇപ്പൊ നല്ല ഹോപ്പാണ് ചാക്കോ സാറേ. ആര് പറഞ്ഞു? ഇത്തരം ചില കാസറ്റുകൾ കണ്ടും കേട്ടും മഹാബലി ഒരു സിനിമാ താരമാണെന്ന ധാരണ പോലും ഉണ്ട് നമ്മുടെ കുട്ടികൾക്ക്. ഞാനൊരു അഭിപ്രായം പറഞ്ഞാണ്. കോളനിയിൽ തുണിക്കച്ചവടം പെണ്ണുങ്ങൾ ആരംഭിച്ചെന്ന് കേട്ടപ്പോ മതി നമ്മുടെ ഈ ആശാൻ എന്തായാലും മൂടൗട്ടാണ്. തനിക്ക് എങ്ങനെ ഓണത്തിന് വല്ല ബിസിനസ് തുടങ്ങണമെങ്കിൽ താൻ തുടങ്ങിക്കോ. ചാക്കോ സാറേ, നിക്ക് ചാക്കോ സാറേ, നിക്ക്. എന്റെ പൊന്ന് ചാക്കോ സാറേ, അതൊന്നുമല്ല ഞാനിപ്പോ ആലോചിക്കുന്നത്. ആ സുലോചനയുടെ വരവാ. സുലോചന വരട്ടെ, അവള് തീവ്രവാദിയൊന്നുമല്ലല്ലോ. തീവ്രവാദിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവള് തീവ്രവാദിയാണ്. ഇതുവരെ AKCPക്ക് ഈ കോളനിയിൽ ഒരു എതിരാളി ഇല്ലായിരുന്നു. AKCPക്ക് മാത്രമല്ല, ഈ കോളനിയിലെ പുരുഷന്മാർക്ക് വരെ അവളൊരു പാരയാകും. അതൊക്കെ തന്നെ തോന്നല. ഏതായാലും നാളെ സുലോചന ബാംഗ്ലൂരിൽ നിന്ന് വരും. വരട്ടെ, അപ്പൊ കാണാം. നാളെ ആ സുലോചന വരും.
എന്റെ വിധം മാറും. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കാണാനുള്ള ഇടയുണ്ടാക്കരുത്. പറഞ്ഞില്ല എന്ന് വേണ്ട. അതെ, ആ സുലോചനയുടെ സബ്ജക്റ്റിനോട് നമ്മുടെ കോമഡി കാസറ്റിന്റെ കാര്യം പറ. കോമഡി കാസറ്റ്. കോമഡി കണ്ടാലേ നാളെ ട്രാജഡിയാ സംഭവിക്കാൻ പോണത്. എന്നാ ട്രാജഡി കാസറ്റ്. ഡോക്ടറോട് ചോദിക്കാം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 14 വയസ്സ്. എന്റെ പ്രശ്നം അമിതവണ്ണവും തൂക്കവുമാണ്. എന്റെ അതേ പ്രശ്നം. ഇപ്പോൾ ഞാൻ വലിയ മനോക്ഷമത്തിലാണ്. പക്ഷെ എനിക്ക് മനോക്ഷമൊന്നുമില്ല കേട്ടോ. പഠിത്തത്തിൽ തീരെ ശ്രദ്ധയില്ല. ഈ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ എത്ര കത്തയച്ചിരിക്കണത്? ഒന്നിനും മറുപടി വന്നിട്ടില്ല. ദേ ആ വണ്ടിയുടെ സ്പീഡ് കണ്ടോ? നല്ല സ്പീഡല്ലേ? അമിത സ്പീഡെന്നേ. ആ പെണ്ണിനെ നോക്ക്, അതല്ലേ സുലോചന? അതെ. വേഗം വാ. സുലോചന കറക്റ്റ് അല്ലേ? അതെ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. എന്നെ മനസ്സിലായില്ലേ? ഓ, സബ് ഇൻസ്പെക്ടർ ആണെന്ന് മനസ്സിലായി. അത് മാത്രമല്ല, ഞാൻ ഉഷയുടെ ഹസ്ബൻഡാ. ആഹാ, അവള് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. എവിടെ? പൊന്നമ്മയുടെ വീട്ടില്. അതാരാ? എന്റെ ഒരു കൂട്ടുകാരിയാ. ഈ ഡ്രസ് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാ. ആപ്പാ, നമുക്ക് പോകാം. കേറ്. അല്ല സാറ് കേറ്. കുട്ടി കേറ്. അല്ല സാറ് കേറിക്കോ? കുട്ടി കേറിക്കൊള്ളു. എവിടെ പോയാ? അങ്ങനെ സൂയിക്കണ്ട, ജീപ്പിൽ വന്നാ മതിട്ടാ. ചമ്മിപ്പോയി.